Welcome to episode 2 of Decoding the Gen Z Relationship Terms. നമ്മൾ കുറേ വാക്കുകൾ പറഞ്ഞു, കണ്ടില്ലെങ്കിൽ ആ വീഡിയോ പോയി കണ്ടോ. അടുത്ത വാക്കാണ് കഫിങ് സീസൺ. കഫിങ് സീസൺ എന്ന് പറഞ്ഞാൽ ആൾക്കാർ കൂടുതലായിട്ട് റിലേഷൻഷിപ്പ് സീക്ക് ചെയ്യുന്ന മാസങ്ങളാണ്. അതായത് ടെമ്പറേച്ചർ ഡ്രോപ്പ് ചെയ്യുന്ന തണുത്ത കാലങ്ങളിലാണ് കൂടുതൽ ആൾക്കാർ റിലേഷൻഷിപ്പ് സീക്ക് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. എന്തിനാണ് തണുത്ത സമയത്ത് ആൾക്കാർ സീക്ക് ചെയ്യുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. ഇനി അടുത്താണ് കുഷ്യനിങ്. ഇവിടെ കുഷ്യനിങ് എന്ന് പറഞ്ഞാൽ അതായത് ഭയങ്കര കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലാണെങ്കിലും അവരുടെ ഓപ്ഷൻസ് എല്ലാം ഓപ്പൺ ആക്കി വെച്ച് ഒന്നിൽ കൂടുതൽ ആളുകളുമായിട്ട് ഫ്ലേർട്ട് ചെയ്യുന്ന ഇന്ന് കാണുന്ന വളരെ കോമൺ ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ കുഷ്യനിങ്. നിങ്ങൾ പലരും കുഷ്യനിങ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണെന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ പാർട്ട്നേഴ്സ് പലരും കുഷ്യൻ ചെയ്യുന്നുണ്ടെന്ന്. അടുത്തത് നമ്മൾ കേട്ടിട്ടുള്ള ഡെല്യൂഷൻഷിപ്പ്, അതായത് ഡെലിലു. നമ്മൾ ഇമാജിനറി ആയിട്ട് അങ്ങനെ ഒരു പാർട്ട്ണർ ഇല്ല. ഇപ്പം ഞാൻ ഐശ്വര്യ റായുമായിട്ട് ഡേറ്റ് ചെയ്യുന്നത് ഞാൻ ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ അത് ഡെല്യൂഷൻഷിപ്പാണ്. കാരണം ഡെല്യൂഷൻഷിപ്പാണ്, അങ്ങനത്തെ സംഭവം നടക്കാനേ പോകുന്നില്ല. അപ്പോൾ ഇമാജിനറി ആയിട്ട് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് ഡെല്യൂഷൻഷിപ്പ്. അടുത്തൊരു ടേമാണ് ഡിങ്ക്. ഡിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പിൾസ് 2 ഇൻകം സോഴ്സ് നോക്കുകയും കുട്ടികളില്ലാതെ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അതിന് ഡിങ്ക് എന്നാണ് പറയുന്നത് എന്നാണ് ഗൂഗിൾ പറയുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള ജെൻസി റിലേഷൻഷിപ്പ് ടേംസ് ആയിട്ട് നമ്മൾ ഇനി വരും. അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോസ് ഉണ്ട്, എന്നെ ഫോളോ ചെയ്യാം.